പുതിയ കാലഘട്ടത്തിൽ മാറുന്ന ലോകക്രമത്തിൽ ഒരു മാർപ്പാപ്പ വരുമ്പോൾ ഫ്രാൻസിസ് പാപ്പായെ പോലെ പുരോഗമനപരമായ നിലപാടുകൾ പിന്തുടരുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ലോകം ചോദിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയുണ്ടല്ലോ ആ വ്യത്യസ്തത. അസിസിയിലെ ഫ്രാൻസിസ് പുണ്യവാളൻ്റെ പേര് സ്വീകരിച്ചാണല്ലോ അദ്ദേഹം വന്നത്. എന്തായിരുന്നു ഫ്രാൻസിസ് പുണ്യവാളൻ്റെ പ്രത്യേകത? അദ്ദേഹം ദരിദ്രരോട് ഐക്യപ്പെട്ട് ജീവിച്ച ആളായിരുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിരിക്കുന്നത്. അപ്പോൾ 266 പാപ്പ എന്തോ ആണല്ലോ ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഫ്രാൻസിസ് പുണ്യാളൻ്റെ പേരിൽ ഒരു പാപ്പ വന്നിരുന്നില്ല. കഴിഞ്ഞ പാപ്പ അങ്ങനെയായിരുന്നു. അദ്ദേഹം പുരോഗമനപരമായ മനുഷ്യത്വപരമായ ഒരുപാട് നിലപാടുകൾ സഭയെ പുരോഗമന പാതയിലേക്ക് നയിക്കാൻ ഒരുപാട് ശ്രമിച്ചതാണ്. പുതിയ പാപ്പ വരുമ്പോൾ ആ പാത പിന്തുടരുമോ എന്നതും ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. തീർച്ചയായും തന്നെ ഈ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞ ഈ അന്റോണിയോ ടാഗിൾ എന്ന ആ കർദിനാളിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ ഫ്രാൻസിസ് രണ്ടാമെന്നുള്ള നിലയിലാണ് ആളുകളൊക്കെ തന്നെ വിശേഷിപ്പിക്കുന്നത്. അത് കൃത്യമായും തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകളോടുള്ള ഒരു യോജിപ്പിൻ്റെ ഭാഗം എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ ആ നിലയിൽ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏഷ്യയിൽ നിന്നും ഒരു പോപ്പ് ഉണ്ടാകുമെന്നുള്ളൊരു അഭ്യൂഹങ്ങളൊക്കെ തന്നെ പലപ്പോഴായി തന്നെ ഉയർന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ഇനിയുള്ള വോട്ടെടുപ്പ് നടക്കുന്നത്, രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു വോട്ടെടുപ്പ് നടക്കുന്നത്. അതായത് ഇന്ന് ഉച്ചയ്ക്കായി തന്നെ 2 വോട്ടെടുപ്പുകൾ നടക്കും. അതിനുശേഷം വൈകുന്നേരത്തോടെ 2 വോട്ടെടുപ്പുകൾ നടക്കും. അങ്ങനെ മൊത്തം 4 വോട്ടെടുപ്പ് നടക്കുമെന്നുള്ളതാണ്. ഈ വോട്ടെടുപ്പുകളിൽ ഏതെങ്കിലും സമയത്ത് വെളുത്ത പുകയുയർന്നാൽ പുതിയ മാർപ്പാപ്പ 267-ാമത്തെ മാർപ്പാപ്പ കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടാകുകയും ചെയ്യും. അതിനുള്ള ആകാംക്ഷയോട് കൂടിയാണ് ലോകം ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും ഈ സിസ്റ്റീൻ ചാപ്പലിനുള്ളിൽ നടക്കുക എന്നുള്ളതാണ് ലോകം ഇപ്പോൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരു ആകാംക്ഷയും അതോടൊപ്പം തന്നെ ഒരു കൗതുകവും കൂടെ, ഈ കറുത്ത പുക വെളുത്ത പുക എന്നുള്ള ആ ഒരു കൗതുകവും കൂടെ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ലോകം നോക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടുകളോട് യോജിക്കുന്ന ഒരു മാർപ്പാപ്പയാണോ വരുന്നത്, അതല്ല എങ്കിൽ ഏതെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടുകളോട് വിയോജിച്ചുകൊണ്ട് തന്നെ പോയ കർദിനാൾമാരിൽ ആരെങ്കിലും ആണോ ഇനി മാർപ്പാപ്പ ആകുക എന്നുള്ള ഒരു ചോദ്യം കൂടെ ഉന്നയിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ടത് ആഫ്രിക്കയിൽ നിന്നും ഉള്ള കർദിനാൾമാരും ആകും എന്നുള്ള കറുത്തവർഗക്കാരിൽ ഒരാളായ ആരെങ്കിലും ആകും എന്നുള്ളൊരു കാര്യം കൂടി ഇതോടൊപ്പം തന്നെ ചർച്ചകളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അവരുടെയൊക്കെ തന്നെ ഒരു നിലപാടുകൾ എന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പലപ്പോഴായി തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോടൊക്കെ തന്നെ വിയോജിച്ചുകൊണ്ടുള്ളതാണ്. ഈ ട്രാൻസ്ജെൻഡർ ജിബിൻ, നമുക്ക് നോക്കാം എന്തായാലും ആരാണ് പുതിയ പാപ്പയായി വരാൻ പോകുന്നത് എന്ന്.